ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു MS ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എക്സലിലെ മറ്റൊരു ഫംഗ്ഷനെ പറ്റിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെ ഹരിക്കുമ്പോൾ അതിൻ്റെ റിമൈൻഡർ കിട്ടത്തില്ല. റിമൈൻഡർ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു ഫോർമുലയാണ്. ആ ഫോർമുലയുടെ പേരാണ് ഫംഗ്ഷൻ്റെ പേര് മോഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ മോഡ്ലെസ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ചുരുക്കി പറയുന്നതാണ് മോഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഫോർ എന്ന നമ്പർ, 3 എന്ന നമ്പർ. ഓക്കെ, 4 3 ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നത് അറിയാം, 1 ആണ് വരുന്നത് അല്ലേ. ഇതെങ്ങനെ മോഡ് ഫംഗ്ഷനിൽ കൂടെ നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഞാൻ ഒന്നുകൂടെ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഒന്ന് നമുക്ക് ഡിവിഷൻ നടക്കുമ്പോൾ എന്താ രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന് നമ്പർ, ഒന്ന് ഡിവൈസർ, പിന്നെ റിസൾട്ട്, അതായത് റിമൈൻഡർ. ഓക്കെ, ഇവിടെ നമ്മൾ റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് മോഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള റിസൾട്ടാണ്. നമ്മുടെ റിസൾട്ട് എന്ന് ശരിക്കും. അപ്പം അതെങ്ങനെയാണ് വർക്ക് ചെയ്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് നമ്പർ എടുക്കാം. അത് മുമ്പേ പറഞ്ഞ പോലെ 4, പിന്നെ ഡിവൈസർ 3. ഓക്കെ, ഇത് മോഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് റിമൈൻഡർ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഫംഗ്ഷന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്: ഈക്വൽ ടു മോഡ് ഫംഗ്ഷൻ MOD ഓപ്പണിംഗ് ബ്രാക്കറ്റ്. പിന്നെ ഇപ്പോൾ കാണാൻ നമുക്ക് ഞാൻ ഒരു സജഷൻ തരുന്നുണ്ട്. അതിന്റെ സിന്റാക്സിന്റെ ഇത് നമ്പർ കോമ ഡിവൈസർ. ഇപ്പൊ നമ്പർ ഏതാണ്? നമ്പർ എന്ന് വെച്ചാൽ C80 കിടക്കുന്ന 4 ആണ്. 4 ആണ് നമ്മുടെ നമ്പർ. അപ്പം C8 എൻ്റർ ചെയ്യുക. ഡിവൈസർ ഏതാ? D80 കിടക്കുന്ന 3 ആണ് നമ്മുടെ ഡിവൈസർ. അപ്പൊ നമ്മൾ D8 എൻ്റർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് അവിടെ കിട്ടി. കണ്ടോ? നമുക്ക് ഈ നമ്പർ അങ്ങോട്ട് ഇവിടെ മാറ്റി ഓരോ നമ്പർ വ്യത്യസ്തമായ നമ്പർ ഇട്ട് നോക്കാം. അന്നേരമൊക്കെ ഇവിടെ വരുന്നതാണ്. ഇപ്പം 9 ഡിവൈഡഡ് ബൈ 3 ആണെങ്കിൽ 0. ഓക്കെ, 16 ഡിവൈഡഡ് ബൈ 3 ആണെങ്കിൽ 1. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡിവൈസർ മാറ്റി നോക്കാം. 16 ഡിവൈഡഡ് ബൈ 6 നോക്കാം. റിമൈൻഡർ 4 ആണ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമ്മൾ നമ്പർ മാറ്റി നോക്കാം. 16 ഡിവൈഡഡ് ബൈ 4 ആണെങ്കിൽ 16 ബൈ 4 0 ആണ് റിമൈൻഡർ. ഓക്കെ, അങ്ങനെ നമുക്ക് എങ്ങനെയാലും ഏത് നമ്പറിന്റെയും റിമൈൻഡർ കണ്ടുപിടിക്കാം. ഓക്കെ, സിന്റാക്സ് എന്നോട് പറയാം. മോഡ്, പിന്നെ ഒന്നുകൂടി ഇവിടെ ടൈപ്പ് കാണിക്കാം. മോഡ് നമ്പർ കോമ ഡിവൈസർ. ഇതാണ് മോഡ് ഫംഗ്ഷന്റെ ബേസിക് സിന്റാക്സ്. ഓക്കെ, ഇപ്പൊ ഇത്രയും ഞാൻ കാണിച്ച വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ്, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടും. പല കാര്യങ്ങളും വളരെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിലും മറ്റ് പല കാൽക്കുലേഷൻസ് നടത്തുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.